മാഞ്ഞൂർ പഞ്ചായത്തിലെ കോതനല്ലൂരിൽ ജലസേചന വകുപ്പിന്റെ കനാൽ റോഡിൽ വ്യാപകമായ കയ്യേറ്റം നടക്കുന്നതായും റോഡ് പുറമ്പോക്കിൽ കൃഷി ചെയ്യുന്നതായും പരാതി. കനാലിന്റെ വശങ്ങൾ ഇടിഞ്ഞതും റോഡരികിലെ കൃഷിയും ഇതുവഴിയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രയും സുരക്ഷിതമല്ലാതാക്കിയിരിക്കുകയാണ്. റോഡിലെ അപകട ഭീഷണി ഒഴിവാക്കാനും യാത്ര സുഗമമാക്കാനും നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കനാൽ റോഡിൽ സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ വ്യാപക പരാതിയും ഉയർന്നു. കോതനല്ലൂർ മാഞ്ഞൂർ പഞ്ചായത്തിലെ ലയൺസ് ക്ലബ് തുവാനിസ കൊണ്ടുക്കാല റോഡിൽ ജലസേചന വകുപ്പിന്റെ കനാൽ റോഡിൽ വ്യാപകമായ കയ്യേറ്റം ചിലർ ചെയ്യുന്നതായാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇതുമൂലം ഇതുവഴിയുള്ള കാൽനടയാത്രയും വാഹനയാത്രയും സുരക്ഷിതമല്ലാതായി മാറുകയാണെന്നാണ് പ്രധാനമായും ആക്ഷേപം ഉയരുന്നത്. റോഡിലെ കാഴ്ച മറയ്ക്കുന്നതും സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും സ്കൂൾ വാഹനങ്ങൾ അടക്കമുള്ള വാഹനയാത്രികർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സംരക്ഷണ ഭിത്തിയില്ലാത്ത കനാലിന്റെ ഭൂരിഭാഗം വശങ്ങളും ഇടിഞ്ഞ നിലയിലാണ്. ഇതിനിടയിലാണ് ചിലർ റോഡിന്റെ ഇരുഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നത്. ഇതുമൂലം വീതി കുറഞ്ഞ കനാൽ റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കാഴ്ച മറയുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ ഗവൺമെൻറ് ഭൂമി MBP കനാലിൻ്റെ ഉടമസ്ഥയിലുള്ള ഗവൺമെൻറ് ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറി കപ്പ, വാഴ, അതുപോലെ തന്നെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നു പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡ് നൽകാൻ പോലും ഇവിടെ ഇട കിട്ടുന്നില്ല. ഇവിടെ കനാലിൻ്റെ തിട്ട് പല സ്ഥലങ്ങളിൽ ഇടിഞ്ഞിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതിലെ പോകുന്നതാണ്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? പല പ്രാവശ്യം കനാലിൽ വാഹനങ്ങൾ പോയിട്ടുള്ളതാണ്. വന്നിട്ട് ഇപ്പം ലാസ്റ്റ് പോയ വണ്ടി ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റുകയാണ് ചെയ്തിരുന്നത്. ഞങ്ങൾ ഇതിനെതിരെ ഒരു പരാതി കുറുപ്പന്തറ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം അവിടെ പരാതി നൽകിയതനുസരിച്ച് ഇവർ ഇവിടെ വന്ന് കൃഷി ചെയ്തവർക്കെതിരെയും ചെടി വെച്ച് പിടിപ്പിച്ചവർക്കെതിരെ നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് കാലാവധി കഴിഞ്ഞിട്ടും ആൾക്കാരും തന്നെ കൃഷിയെടുത്ത് മാറ്റിയിട്ടില്ല. ഞങ്ങൾ നിലവിൽ മാറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇനി കുഴപ്പമില്ല, പരാതി തന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് നോട്ടീസ് തന്നതാണെന്നും നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് ഇപ്പം നിലവിൽ കൃഷി മാറ്റാത്തവർ പറയുന്നത്. ഇതിന് മെയിൻ ഇവിടെ വന്ന് പറഞ്ഞത് AE വിജയകുമാർ എന്ന സാറാണ് ഇവിടെ വന്ന് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോയത്. ഇതിവിടെ നിൽക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കനാലിൻ്റെ സൈഡിൽ സംരക്ഷണ ഭിത്തിയില്ല. ആ സംരക്ഷണ ഭിത്തി ഇവിടെ കെട്ടണം. നിലവിലുള്ള കൃഷികളും ചെടികളും ഇവിടെ എടുത്തു മാറ്റണം. ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുവാണ്. പാമ്പിൻ്റെ കളിയാണ് അവിടെ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് വന്ന് വെട്ടാന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്വകാര്യ വ്യക്തികൾ കുറച്ച് ആൾക്കാർ സമ്മതിക്കുന്നില്ല. നമ്മൾ കൊടുത്ത പരാതി CM വിത്തുമി പരാതി കൊടുത്തിരുന്നു. നമ്മളവിടെ അന്വേഷിച്ചപ്പോഴത്തേനും അവർ നമുക്ക് നൽകിയിരിക്കുന്നത് കളക്ടറേറ്റിലോട്ട് നിങ്ങളുടെ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, കളക്ടറേറ്റിൽ നിന്നും ഒരു അന്വേഷണം നടക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്നത്തേനും ഇത് അന്വേഷണം നടക്കും, ഇവർ എന്ന് വന്ന് നോക്കിയോ ഇല്ലോ എന്നൊന്നും നമുക്കറിയത്തില്ല. എത്രയും പെട്ടെന്നൊരു നടപടി അവിടെ നിന്ന് ഉണ്ടാകണം. ഇവിടെ വാഹനങ്ങൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് MVIP അധികൃതർ റോഡിൽ അനധികൃത കൃഷി ചെയ്തവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും റോഡ് പുറമ്പോക്കിലെ കാഴ്ച മറയ്ക്കുന്ന ഭാഗങ്ങളിലെ കൃഷികൾ നീക്കം ചെയ്യുവാൻ ആരും തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. റോഡിലെ വാഴകൾക്കിടയിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി കമ്പികളും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും പരാതി നൽകി പ്രശ്നപരിഹാരത്തിന് കാത്തിരിക്കുകയാണ്. AR രവീന്ദ്രൻ, സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.